ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവും സത്യത്തിന് നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവമെന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുടെ ആദ്യ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കണം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനെ സ്തുതി. സൈനികരുടെയുമായ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശം ഭൂമിക്ക് മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹാനായ കർത്താവേ, മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ നിങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സമസ്ത പിതാവേ, ഞങ്ങളുടെ മേൽ സമാധാനവും സ്വസ്ഥതയും മാത്രമാകുന്നവല്ലോ, ഈ ആരാധന സമയത്ത് നീതിനെതിരെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം. ഇതിന്റെ ആത്മവരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണം. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവികതയ്ക്ക് പ്രയോജനമായി ചെയ്യുവാനും നീ ഞാൻ പദ്ധതിക്കുന്ന വേദിയിൽ ഞങ്ങളെ ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കൃപ ചെയ്യണമേ. അവസ്ഥകാരം നമുക്ക് പാവങ്ങളായിരുന്നു പറയുന്നത് നമ്മൾ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയാണ് നമ്മുടെ പാപങ്ങളിലേക്ക് പറയുന്നതിനോട് പാപങ്ങളെ ക്ഷമിച്ച് വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാനെടുക്കുന്നവരോട് അപ്പോ ഞാൻ സ്വന്തത്തോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകന്റെ പേര് ഞാൻ യോഗ്യനായി പറഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനസ്സാകുകളുടെ സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. നമുക്കുള്ള മഹാഗുരുവിനും നമ്മുടെ ബലഹീനതകൾ സഹായിക്കാൻ കഴിയാത്തവല്ല. അമ്മൊഴിയെ സൗഹൃദമായി പരീക്ഷിക്കുന്നതിനും ആകെയാൽ ബുദ്ധിമാനമായി നമ്മൾ തന്നെ ശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥന. നമുക്ക് നമ്മുടെ പാപങ്ങളെ സമശക്തമായ വിനയമായി ഏറ്റുപറയാം. നമുക്ക് ചേർന്നുള്ള സർവശക്തി മഹാഗണങ്ങളെ ഞങ്ങൾ കാണാതെ വഴിയിൽ നിരീക്ഷിക്കുന്നു. ഞങ്ങളുടെ സ്വതന്ത്രങ്ങളെയും വിചാരങ്ങളെയും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യാതെ ചെയ്യാതെ വിട്ടും ചെയ്യാതെ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യമില്ല. അരിശുമാരായ മൂലം നീ പ്രകാരം തങ്ങളുടെ ശരഭാഗം ശുദ്ധീകരിക്കപ്പെട്ടത് ശാന്തമനസ്സോടെ സമാധാനം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അപേക്ഷിക്കുന്നു. ആമേൻ.
സംഗീതനം 1 മുതൽ 8 വാക്യങ്ങൾ. വരുവീൻ നാം യഹോവയെ ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പ്രഖ്യാപിക്കുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സംഘർഷങ്ങളോടെ അവനെ ഘോഷിക്കാം. അവൻ സർവ്വമഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗം അവന്റെ കൈകളാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരം അവനുള്ളവ. സമുദ്രം അവനുടെ വലയുണ്ടാകും, കരയും അവനുകൾ വെളിയിരിക്കുന്നു. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവനുടെ നാമം പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യങ്ങളും ഇപ്പോഴുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തെ നിശ്ചയിച്ചിരിക്കുന്ന സംഗീതനം 90-ാം സംഗീതനം വാക്യബന്ധമായി നമുക്ക് ഉപയോഗിക്കാം. സംഗീതങ്ങൾ 90. കർത്താവേ, നിന്റെ ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതമുണ്ടായിരുന്ന ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായ ദൈവമാകുന്നു. നീ മകനെ പൊന്നിലേക്ക് മടങ്ങി ചെയ്യുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ ആദ്യം ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ നില കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു പോലെ അത് രാവിലെ തളർച്ച വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ വാടിപ്പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖ പ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ ഞങ്ങളുടെ സംവത്സരങ്ങളെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിന് പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഞങ്ങൾ ജ്ഞാനമുള്ളവർ ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളിൽ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്നെ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാന്നിക്കും. നീ ഞങ്ങളെ ക്ലേശിക്കുന്ന ദിവസമെന്നും സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവർ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ ഞങ്ങളെ വിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ സാധ്യമാക്കി തരണമേ. അതേ സാധ്യമാക്കി തരണമേ. പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇന്ന് കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന 1-ാം വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 27-ാം വാക്യം മുതൽ 37-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 27-ാം വാക്യം മുതൽ. അവൾ പർവ്വതത്തിൽ ദേവപുരുഷൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ്റെ കാൽ പിടിച്ചു. ഗേഹസി അവളെ മാറ്റുവാൻ അടുത്തു ചെന്നാറെ ദേവപുരുഷൻ അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരിക്കുന്നുവോ, എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു. ഉടനെ അവൻ ഗേഹസിയോട്, നീ അരകെട്ടി എൻ്റെ വടിയും കയ്യിൽ എടുത്തുകൊണ്ട് പോക, നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്, നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത്, എൻ്റെ വടി ബാലൻ്റെ മുഖത്ത് വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ബാലൻ്റെ അമ്മ, യഹോവയാണ്, നിൻ്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോട് കൂടെ പോയി. ഗേഹസി അവൾക്ക് മുമ്പായി ചെന്ന് വടി ബാലൻ്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരു അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു. ബാലൻ ഉണർന്നില്ല എന്ന് അറിയിച്ചു. എലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിൽമേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലൻ്റെ മേൽ കിടന്നു. തൻ്റെ വായ് ബാലൻ്റെ വായിൽമേലും തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകൾ മേലും വെച്ചു. അവൻ്റെ മേൽ കവിഴ്ന്നു കിടന്നപ്പോൾ ബാലൻ്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ
ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവൻ്റെ മേൽ കവിഴ്ന്നു കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസിയെ വിളിച്ചു, ശൂന്യകാര്യത്തെ വിളിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ, നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്തു ചെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. തൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി. ഇവിടെ 1-ാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തുനിന്നും നമ്മെ തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടുമാകുന്നു. നമ്മുടെ ദൈവത്തിന്റെ ആധികരണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിൽ പരിജ്ഞാനം കൊടുക്കുവാനുമായി നീ അവന് മുമ്പായി നടക്കും. ആധികരണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഈ ആരാധനയിലേക്ക് എടുത്തിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 28 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കുക. The gospel for this service is taken from the Gospel of John, chapter 11, verses starting from 17 to 28. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ബെഥാനിയ യെരുശലേമിന് അരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽക്കുവാൻ ചെന്നു. മറിയോ വീട്ടിൽ ഇരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, ഞാൻ നിന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവരോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. തന്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ച്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത പാഠത്തിന് ശേഷം ദൈവത്തിന്റെ ശുശ്രൂഷകൾക്ക് ശ്രമിക്കാവുന്നതാണ്. അനിൽ അച്ഛൻ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കും.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കൂട്ടായ്മയായിരുന്ന ദൈവം എന്ന കൃപകളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദേവാലയത്തെ ഒന്നിച്ച് കടന്നു വന്ന് ആരാധിക്കാനായി നമുക്ക് അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട്, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ആരാധനയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യും. ഒരു കഥ ഇപ്രകാരം വായിക്കുവാനാണ് കഴിയുക. സ്കൂളിൽ പഠിക്കുന്നതായിട്ടുള്ള 2 യുവാക്കൾ, അവർ മാക്സ് ആൻഡ് ഫിലിപ്പ് എന്നായിരുന്നു അവർ പേര്. മാക്സ് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് മേടിക്കുന്നതായുള്ള ഒരു വ്യക്തിയായിരുന്നു. ഫിലിപ്പ് പഠിക്കുമെങ്കിലും അത്ര വലിയ മാർക്കോ കഴിവോ ഇല്ലാത്തതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാക്സ് മാർക്ക് മേടിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നത് കണ്ടിട്ട് ഒരു ദിവസം ഫിലിപ്പ് മാക്സിനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട് പഠിച്ച് മാർക്ക് മേടിക്കുന്നത് എന്ന് ചോദിച്ചു. മാക്സ് ഫിലിപ്പിനോട് മറുപടിയായിട്ട് പറഞ്ഞു, ഞാൻ പഠിക്കുകയും ചെയ്യും, ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യും. വേറൊരു പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നത്. അങ്ങനെ ഇത് കേട്ടിട്ട് ഫിലിപ്പ് അടുത്ത പരീക്ഷയ്ക്കായിട്ട് പഠിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും. അല്പമായിട്ടുള്ള മാർക്ക് ഉയർന്നു കിട്ടുവാനായിട്ട് ഇടയായി. എന്നാൽ പ്രതീക്ഷിച്ചതായിട്ടുള്ള അത്രയും മാർക്ക് ലഭിക്കുവാനായിട്ട് ഫിലിപ്പിന് സാധിച്ചില്ല. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞ് ഫിലിപ്പ് വീണ്ടും മാത്സ് എഴുതിച്ചെന്ന് പറഞ്ഞു, എടാ നീ പറഞ്ഞതുപോലൊക്കെ ഞാൻ ചെയ്യും, പക്ഷേ എനിക്ക് വീണ്ടും കുറച്ച് മാർക്കേ കിട്ടിയുള്ളൂ. മാത്സ് ഫിലിപ്പിനോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ വിശ്വസിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യുക, നിനക്ക് ദൈവം വേണ്ടതെല്ലാം തക്ക സമയത്ത് തന്നെ തരും എന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് മഹാനഗരിയായിട്ട് ചിന്തിക്കുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന വിഷയം ഉയർത്തെഴുന്നേൽക്കാൻ ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നുള്ളതാണ് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ലഭിക്കുന്ന വിഷയം. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ തന്നെ നമുക്ക് സംശയങ്ങളുള്ളതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതാണ്, എന്തിനാണ് നമ്മളെ സ്നേഹിക്കുന്നതെന്ന് പറയുന്ന ദൈവം ഇത്രയും വലിയ പ്രതിസന്ധി നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നാൽ ഓരോ പ്രതിസന്ധിയും നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ഉറപ്പിക്കുവാനായിട്ട്, ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് വിശ്വാസം നമ്മളെ മാത്രമായിട്ട് ഉദ്ദേശിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്, അല്ലെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നമുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്കും ഉപകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഇടയാണ്. Faith giving not only ourselves but for others too. നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ഇടയാണ്. വേറെ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടും. അങ്ങനെയുള്ള ഒരു ഉപകരണമാണ് നമ്മുടെ വിശ്വാസം രൂപീകരിക്കപ്പെടും. Our faith should be an instrument where it not only helps
മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കി ധ്യാനിക്കുവാനായിട്ടാണ് ഇവിടെ നാം നോക്കുമ്പോൾ യേശു മാർത്തയുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാർത്തയെക്കുറിച്ച് നമുക്കറിയാം, എപ്പോഴും ബിസി ആയിട്ടുള്ള ജോലി തിരക്കുള്ള ഒരു വ്യക്തിയായിട്ടാണ് മാർത്തയെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു തന്റെ ഭവനത്തിൽ വരുന്നു എന്ന് മനസ്സിലാക്കി അതിനായിട്ട് ഒരുങ്ങി യേശുവിനോട് സംഭാഷിക്കുകയാണ്. യേശുവും മാർത്തയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ അവസാനം മാർത്ത പറയുകയാണ്, നീ യഥാർത്ഥമായിട്ടുള്ള മശിഹയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അത് അംഗീകരിക്കുന്നു, അത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ തമ്മിലുള്ള സംഭാഷണം അവിടെ അവസാനം. അതിനുശേഷമാണ് തന്റെ സഹോദരിയായിട്ടുള്ള മറിയെ വിളിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനായിട്ടുള്ളത്, നമ്മുടെ വിശ്വാസം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടെ ജീവൻ നൽകുന്ന ഒരു ഉപകരണമായി മാറുവാനാണ്. Our faith should be an instrument where it gives life to others. മറ്റുള്ളവർക്കും കൂടെ ജീവൻ നൽകുന്ന ഒരു വിശ്വാസമായി, വിശ്വാസ ഉപകരണമായി മാറുവാനായിട്ട് ഇടയായി. ഇവിടെ മാർത്തയും മറിയയുടെയും വിശ്വാസം കൂടിയാണ്. യേശുവിനോട് സങ്കടം മാത്രമല്ല, അവരുടെ വിശ്വാസം കൂടിയാണ് ലാസറിന് ഒരു പുതുജീവൻ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് കാരണമായി തീരുന്നത് എന്ന് ഓർക്കുവാനായിട്ട് ഇടയായി. എന്നെ കേൾക്കുന്നതായിട്ടുള്ള എൻ്റെ സഹവിശ്വാസികളെ, അവരുടെ വിശ്വാസം അവിടെ ഒരു ഉപകരണമായി മാറുകയാണ്. Their faith, the faith of Martha and Mary, is an instrument for receiving or giving life to us. ഇന്ന് നമ്മളൊക്കെ ഇത് കോവിഡ് വരുന്നതിന് മുമ്പ് വർഷത്തിലൊരിക്കൽ സ്ഥിരീകരണങ്ങളായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരിമാർ സെയിന്റ് മോനിക്കാസ് ദിനത്തിന് പോകാറുണ്ട്. എന്തിനു വേണ്ടിയാണ് സെയിന്റ് മോനിക്കാസ് ദിനം ആചരിക്കുന്നത്? തന്റെ വിശ്വാസത്തിന്റെ അവസാനം വരെ പ്രാർത്ഥിച്ച് തന്റെ മരണത്തിന് ശേഷമാണെങ്കിലും തന്റെ മകന് ഒരു നല്ല ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചതായിട്ടുള്ള സ്ത്രീയാണ് സെയിന്റ് മോനിക്ക. ആ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ് ലോകപ്രശസ്തനായിട്ടുള്ള ഒരു മകനെ ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. അവിടെ സെയിന്റ് മോനിക്കായുടെ വിശ്വാസം സെയിന്റ് മോനിക്കായുടെ മകന് ഒരു നല്ല ജീവിതം ലഭിക്കുന്നതിന്, നല്ല വ്യക്തിയായി മാറുന്നതിന് ഒരു ഉപകരണമായി മാറുകയാണ്. സെയിന്റ് മോനിക്കായുടെ, മാർത്തയുടെ, മറിയയുടെ വിശ്വാസം ഒരു ഉപകരണമായി മാറിയതുപോലെ നമ്മുടെ വിശ്വാസം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഒരു നല്ല ജീവൻ ലഭിക്കുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉപകരണമായി മാറുവാനായി ഇടയായി. അങ്ങനെയാകുമ്പോൾ മാത്രമേ നല്ല ഒരു വിശ്വാസം, അടിസ്ഥാനമുള്ള ഒരു വിശ്വാസം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. യഥാർത്ഥമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ വിശ്വാസം ഒന്ന് റീമോഡൽ ചെയ്യുന്ന ഒരു ഉപകരണമായി മാറുവാനാണ്. Our faith should be an instrument to remodel ourselves and others. വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നമ്മളെ ഒന്ന് പുനഃക്രമീകരിക്കണം, നമ്മളിൽ മാറ്റം ഉണ്ടാകുന്നതാക്കുവാനായി ഇടയായി. വിശ്വാസം അത് നമുക്ക് നല്ല മാറ്റത്തിലേക്ക് എത്തിക്കുന്നതാകുവാനായി ഇടയായി. നമ്മുടെ വിശ്വാസത്തിന് നമ്മളെ മാറ്റുവാനായിട്ടുള്ള, നമ്മളെ പുനഃക്രമീകരിക്കുവാനായിട്ടുള്ള ഒരു ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുവാനായി ഇടയായി. കഴിഞ്ഞ ഏകദേശം 14 മാസമായിട്ട് നമ്മളിൽ പലരും വീടുകളിലിരുന്ന് പല കാര്യങ്ങളും ചെയ്യുന്നു. നമ്മുടെ സഹോദരങ്ങൾ പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് മുമ്പോട്ട് പോകുന്നതിന് പല
മാർഗങ്ങൾ കണ്ടുപിടിക്കുകയും അത് പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അത് സക്സസ് ആയി ചെയ്യുവാനായിട്ട് പലരുടെയും ഭവനങ്ങൾ റീമോഡൽ ചെയ്തു, പലരുടെയും ജീവിതം റീമോഡൽ ചെയ്യുവാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തെ ജീവിതം തന്നെ ഒരു റീമോഡലിന്റെ അനുഭവമല്ലേ എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് കഴിയും. മാർത്തയും മറിയയും വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതം റീമോഡൽ ചെയ്യപ്പെടാണ് നല്ല വിശ്വാസത്തിന് ഉടമകളായി മാറുവാനായിട്ട് സാധിച്ചതും ലാസറിന് ഒരു പുതിയ ജീവൻ ലഭിക്കുവാനായി ഇടയായത് എന്ന് ഓർക്കുവാനായി ഇടയായി. നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസം നമ്മളെ മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ ഒരു റീമോഡലിന്റെ അനുഭവം നൽകുന്ന ഒരു ഉപകരണമായി മാറുവാനായിട്ട് കഴിയണം. അവിടെയാണ് നല്ല വിശ്വാസത്തിന്റെ ഉടമകളായി മാറുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ റീമോഡൽ ചെയ്യുമ്പോൾ അത് പ്രത്യാശയ്ക്ക് മുഖാന്തരം നൽകുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. During the remodeling, it paves a way for hope. പ്രത്യാശയ്ക്ക് വഴി തുറക്കുമ്പോൾ മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റീമോഡലിംഗ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് ഓർക്കുവാനായിട്ട് നമുക്കിടയാണ്. പ്രത്യാശ നൽകാത്തതായിട്ടുള്ള ഒരു റീമോഡലിംഗും അർത്ഥവത്തായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ഒരു ഉപകരണമല്ല എന്ന് ഓർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസം നമുക്ക് മാത്രമല്ല, നമുക്ക് വേണം, നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടെ റീമോഡലിംഗിന്റെ അനുഭവത്തിന് ഉപകരണമായി മാറുവാനായി ഇടയായി. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് faith should be an instrument to reinvent ourselves and others. റീമോഡൽ ചെയ്യുവാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും സ്വയം കണ്ടെത്തുവാനായിട്ട് ഒന്ന് പുനർചിന്തനം ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ ഒന്ന് വീണ്ടും കാണുവാനായിട്ട് മറ്റുള്ളവർക്ക് അവരെ ഒന്ന് കാണുവാനായിട്ടുള്ള ഒരു ഉപകരണമായി നമ്മുടെ വിശ്വാസം മാറുവാനായിട്ട് ഇടയായി. പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വിശ്വാസം പലപ്പോഴും ഞങ്ങളെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട്, ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും നമ്മളോടൊപ്പം പറയുന്നത് നമുക്ക് കേൾക്കുന്നു. നമ്മുടെ വിശ്വാസം നമ്മളെ മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് കണ്ടെത്തുവാനായിട്ടുള്ള ഒരു ഉപകരണമായി മാറുമ്പോഴാണ് അർത്ഥവത്തായിട്ടുള്ള വിശ്വാസത്തിന് ഉടമകളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. വിശ്വാസം കൊണ്ട് പ്രത്യാശയോ നല്ല ജീവൻ നയിക്കാനായിട്ടോ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ വിശ്വാസം കൊണ്ട് എന്താ പ്രയോജനമാകുന്നത്? നമ്മൾ വിശ്വാസം യഥാർത്ഥമായുള്ള ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ദൈവപ്രകാരമുള്ള ജീവൻ നയിക്കുന്നതിന് അവസരം ഉണ്ടാക്കുവാനായിട്ട് അത് പ്രത്യാശ നൽകുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം. അതിന് സാധിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് റീഇൻവെന്റ് ചെയ്യുവാനായി an instrument that enables us to reinvent ourselves and others. നമുക്കും മറ്റുള്ളവർക്കും ഒന്ന് പുനർചിന്തനം ചെയ്യുവാനായി നമ്മളെ തന്നെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു ഉപകരണമായി മാറുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവച്ചത്. ഒന്നാമതായിട്ട് ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം. It should be an instrument to render life. നമുക്കും മറ്റുള്ളവർക്കും പുതുജീവൻ നൽകുന്ന ഉപകരണമായി നമ്മുടെ വിശ്വാസം മാറുവാനായി ഇടയാണ്. രണ്ടാമതായിട്ട് it should be an instrument to remodel ourselves and others. നമുക്കും മറ്റുള്ളവർക്കും ഒന്ന് റീമോഡൽ ചെയ്യുവാനായി പുനഃക്രമീകരിക്കുവാനായിട്ട് ഉള്ള ഒരു ഉപകരണമായി വിശ്വാസം മാറണം. മൂന്നാമതായിട്ട് നമ്മളെ തന്നെ ഒന്ന് കണ്ടുപിടിക്കുവാനായിട്ട് റീഇൻവെന്റ്, ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇത്തിരി വ്യക്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഒരു പ്രോസസ് ടു റീഇൻവെന്റ് ourselves. അങ്ങനെയാകുമ്പോഴാണ് യഥാർത്ഥമായുള്ള ക്രിസ്തുവിലേക്കുള്ള വിശ്വാസം നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രതിസന്ധികളുടെ
സർവശക്തനായ ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസത്തെ സംഘടന പ്രഖ്യാപിക്കുവാൻ അപ്പോസ്തലിക വിശ്വാസമാണ് ചേർന്നില്ല. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഏകപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ വിശുദ്ധാത്മാവായ കന്യകയിൽ പാലത്തിൽ ജനിച്ചു പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് മൂന്നാം ദിവസം മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുടെയും മനുഷ്യരുടെയും ന്യായവാനാകുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. ആത്മാവോടുകൂടെയും ഉണ്ടാകണമേ. പ്രത്യേക അപേക്ഷ ഉയർന്നതിന്റെ അപേക്ഷ ഉയർന്ന ക്രിസ്തുവുള്ള വിശ്വാസം സർവശക്തനായ യേശുക്രിസ്തുവിനെ ഉയർത്തുകയും സകലത്തിനെയും കർത്താവാക്കുകയും ചെയ്തു. നിത്യജീവിതമായി വിശ്വസിക്കുവാനും അവനെ അനുഭവിക്കുവാനും ക്രിസ്തുവിന്റെ ജീവിതത്തെയും രക്ഷകത്തെയും കൂടി സാക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. എല്ലാ വിശ്വാസവും അവിശ്വസത്തിനിടയിലും ഞങ്ങളെ സഹായിക്കുന്നു. നിന്റെ മഹാശക്തികളെ സംരക്ഷണയോടെയും എന്നെയും ശരീരത്തിൽ ആത്മാവും പാലിക്കപ്പെടരുത്. ഞങ്ങളുടെ ശരീരങ്ങളെയും മാർഗങ്ങളെയും നിന്റെ കണ്ണുകൾ ചേർക്കുകയും നടത്തി പരിപാലിച്ചു ഞങ്ങളുടെ പ്രാവശ്യമായ യേശുക്രിസ്തുവിലും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. തുടർന്ന് പാട്ടുപാടുന്നത് സ്തോത്രത്തോട് സ്വീകരിക്കുന്നു. ഈ ഓൺലൈൻ ആരാധനയിൽ ദേശത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളായിരുന്നു ഇതിൽ പങ്കുചേരുന്ന ഏവരെയും സ്വാഗതം ചെയ്യുകയും ദൈവത്തിൻ്റെ നന്മയനുഗ്രഹവും പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമാനതകളില്ലാത്തതായ ഒരു സാഹചര്യത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. കോട്ടയം ജില്ലയിലും കേരളത്തിലെ ഇതര ജില്ലകളിലും ഭാരതദേശത്തും കോവിഡ് വ്യാപനം അതിരൂക്ഷമായി മുൻപോട്ട് പോകുമ്പോൾ രോഗാതുരായ ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി സഹകരിച്ച് സ്വയം നിയന്ത്രിക്കുവാനും ഈ രോഗവ്യാപനത്തിനെതിരായി പ്രതിരോധം സ്വയം സ്വീകരിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നാളുകളായി മുൻനിശ്ചയിച്ച പരിപാടികൾ
വളരെ വിവേകപൂർവ്വം ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമനുസരിച്ചുള്ള കണക്കുകൾ മാത്രം അനുസരിച്ചും നിയമമനുസരിച്ചും നടത്തുവാനായി ഏവരും ശ്രമിക്കേണ്ടതാണ്. മുൻപോട്ട് എങ്ങനെ നമുക്കറിയുന്നതാക്കി തന്നെയും നമുക്ക് ആശ്രയമായ ദൈവത്തിലേക്ക് നോക്കാം. പ്രാർത്ഥനയിൽ നമ്മുടെ സകല ആവശ്യങ്ങളുമായി കടന്നുചെല്ലാം. വിശേഷാൽ നമ്മുടെ സഭാംഗങ്ങളും മഹാടവിലെ അനേക ആളുകളും ശുശ്രൂഷരായ പട്ടക്കാരും ഉപദേശിമാരും സഭാജനങ്ങളും കോവിഡ് രോഗത്താൽ ഭാരപ്പെട്ട് ഭവനങ്ങളിലും ഹോസ്പിറ്റലിലും കഴിയുന്നു. അവരെല്ലാം ഓർത്ത് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതര രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നവരെയും ഓർത്ത് പ്രാർത്ഥിപ്പാനായും ഈ സമയം വേദനിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച നാം പ്രഭാതം മുതൽ പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിച്ചു. സമയം കണ്ടെത്തി പ്രാർത്ഥനാ ചങ്കലിൽ പങ്കെടുത്ത എല്ലാവരെയും അനുമോദിക്കുകയും തുടർന്നും അനുദിന പ്രാർത്ഥനയിൽ രാജ്യത്തെയും ദേശത്തെയും രോഗികളെയും ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് വീണ്ടും ഓർപ്പിക്കുകയും ചെയ്യുന്നു. വിളിച്ചുവല്ല. ഈ ഇടവയിൽ തെള്ളകം മൈലക്കുന്ന് ഹൗസിൽ എച്ച് വിൻസെൻറ്റിൻ്റെയും പുഷ്പലതയുടെയും മകൻ വിവിൻ വിൻസെൻറ്റും, മുളതിരുതി ചിറക്കപ്പറമ്പിൽ CM എബ്രഹാമിൻ്റെയും മിനി എബ്രഹാമിൻ്റെയും മകൾ ഈ ഇടവകയിൽ അലീന എബ്രഹാം തമ്മിൽ വിവാഹം ശുപാരിക്കുന്ന ഞാൻ പരസ്യം ചെയ്യുന്നു. ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്തെ തമ്മിൽ ചേർന്ന കാരണമാകട്ടെ ന്യായമുള്ള വിരോധമാകട്ടെ ആരെങ്കിലും അറിയുന്നെങ്കിൽ അതിനെ രേഖാമൂലം ഇടപെട്ടക്കാരനെ അറിയിക്കണം. ഇത് മൂന്നാമത് വിളിച്ച് ചൊല്ലുന്നത്. ഈ ഇടവയിൽ നെല്ലിക്കൽ പരേതനായ തോമസ് ജോസഫിൻ്റെയും റീന തോമസിൻ്റെയും മകൾ രൂപ സൈറ തോമസും, എറണാകുളം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഫിലിപ്പ് പോളിൻ്റെയും ബീന ഫിലിപ്പിൻ്റെയും മകൻ പോൾ ഫിലിപ്പും തമ്മിൽ വിവാഹം ശുപാരിക്കുന്ന ഞാൻ പരസ്യം ചെയ്യുന്നു. ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്തെ തമ്മിൽ ചേർന്നുള്ള കാരണമാകട്ടെ ന്യായമുള്ള വിരോധമാകട്ടെ ആരെങ്കിലും അറിയുന്നെങ്കിൽ അതിനെ രേഖാമൂലം ഇടപെട്ടക്കാരനെ അറിയിക്കണം. ഇത് രണ്ടാമത് വിളിച്ച് ചൊല്ലുന്നത്. കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ ഒരുങ്ങുന്നതായ ഈ പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ നാഥനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ പേര് പറഞ്ഞതായ വിപിനെയും അലീനെയും പോളിനെയും രൂപയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാനായി നിന്റെ മക്കളെ അവിടുന്ന് വിളിച്ചു, വേർതിരിച്ചു. അവരുടെ ജീവിതത്തിൻ്റെ വലിയ നന്മ അനുഭവിപ്പാൻ നീ സഹായിക്കണമേ. വിശുദ്ധ ആലയത്തിൽ വരും ദിവസങ്ങളിൽ മക്കൾ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ഞങ്ങൾ സകല ശുശ്രൂഷയും ഫലമേൽപ്പിക്കുന്നു. പിതാവേ, കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഉപാധികളും നിയന്ത്രണവുമെല്ലാം പാലിപ്പാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണല്ലോ. അതെല്ലാം അനുസരിച്ച് വിവാഹ ശുശ്രൂഷ ക്രമീകരിപ്പാനും ദൈവത്തിൻ്റെ വലിയ സ്ഥാനത്താൽ കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർക്കുവാനുമായി അടിയങ്ങളെ സഹായിക്കണമേ. ഈ വിവാഹം മൂലം പരസ്പരം സ്നേഹത്തിലാകുന്ന കുടുംബങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവേ, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കി തരും കർത്താവ് ചെയ്യണം. മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ഈ കുഞ്ഞുങ്ങളെ കുടുംബങ്ങളായി ഇവിടുന്ന് കാത്തു പരിപാലിച്ച് ദൈവിക നന്മയായി നിറപ്പാൻ തിരുമനസ്സാകണം. യേശു മിശിഹ മൂലം യാചന കേൾക്കണമേ. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ വിവാഹ വാർഷികവും പിറന്നാൾ സ്തോത്രവും ആചരിച്ചയുടെ പേരുകളെ വായിക്കുന്നു. അവർക്ക് വേണ്ടി സഭയായി പ്രാർത്ഥിക്കുന്നതാണ്. ഏപ്രിൽ 26 മുതൽ മെയ് മാസം 2 വരെ. പിറന്നാൾ: മാണി AM ആര്യംകുളത്ത്, ഷിബു വർഗീസ് ആലുമൂട്ടിൽ, റോബി മാത്യു തുമ്പയിൽ ഹൗസ്, ജോയൽ ജോസഫ് തേവർത്തുണ്ടിയിൽ, സാറാമ ജോസഫ് പുത്തൻ വീട്ടിൽ, ഗ്രേസി ആമോസ് പാറപ്പുറം, റജി ജോൺസൺ തുണ്ടിയിൽ മറ്റം, ആരൻ ജേക്കബ് മഴുക്കാട്ട്, ഏവിസ് ഉമ്മൻ മാത്യു പീടികയിൽ, ബിജിൻ ജോൺ വർഗീസ് റവറൻറ്റ് ചിറയിൽ, ആകാശ് ബി ജോൺ കോട്ടവാതുക്കൽ, എവിൻ ജി ജോർജ് പുത്തൻപറമ്പിൽ ജീവില്ല, കെവിൻ ജി ജോർജ് പുത്തൻപറമ്പിൽ ജീവില്ല,
റെൻസി ജേക്കബ് കട്ടത്തറ, ബിബു മാണി ഇലഞ്ഞാന്ത്ര, ജെസി ജോർജ് ചാത്തമല, ചാണ്ടി വർഗീസ് വടക്കേക്കര, ദീപ റോയ് കുന്നത്ത്, ജാരിൻ തോമസ് ജേക്കബ് ഇറക്കത്തിൽ, ആഷ്ലി ജേക്കബ് മനോജ് തുരുത്തിയിൽ, അനുഗ്രഹ സൂസൻ ചെറിയാൻ പള്ളിവാതുക്കൽ, സൂസൻ ചാണ്ടി മൗണ്ട് പ്ലസൻറ്റ് മറ്റീത്ര, റജി തോമസ് പെരുങ്കുഴി, നെയ്തൻ ജിലോ ടോണി വാടമറ്റം, ഗ്രേസി മാത്യൂസ് പുളിമൂട്ടിൽ, ഏബൽ ജോസഫ് തോമ്പിൽ, പ്രദീപ് പുനൂസ് മള്ളൂത്ര, ദീനാമ ജോസഫ് തുമ്പയിൽ, സുബിൻ കുര്യൻ മാത്യു ചിലബത്ത് ഗ്രേസ് ലോഡ്ജ്, അന്നാമ കുരുവിള കോട്ടവാതുക്കൽ, ജി ജോർജ് പുതുപ്പറമ്പിൽ ജി വില്ല, ജോണം ജോർജ് മുളമൂട്ടിൽ, ലിനു മിഥുൻ വർഗീസ് മഴുക്കാട്ട്, വിനീത് കെ മാണി ഡേവിഡ് കൊട്ടാരത്തിൽ, ഡിനു അലക്സ് മുല്ലക്കൽ മാളിയേക്കൽ ഷേർലി നിവാസ്, ജയ് ജേക്കബ് വർഗീസ് ചേരിക്കൽ, ലീലാമ പി സണ്ണി പാറക്കൽ, ആനു അരുൺ തോമസ് കോട്ടവാതുക്കൽ, മോളി എബ്രഹാം കോട്ടവാതുക്കൽ, സജി സാം ഉഴത്തിൽ, ഡെറിക് തോമസ് പാറപ്പുറം, മറിയാമ സ്റ്റാലിൻ കോയിക്കൽ, ഐറിൻ എൽസ അനീഷ് കോയിക്കൽ, പൗലോസ് ജോസഫ് കരോട്ട് മുണ്ടൂർ, റിയാന എലിസബത്ത് ദീപ് കാക്കനാട്ട്, ഡെയ്സി മാണി തുമ്പയിൽ, നെയ്തൻ ജോസഫ് സുജിത് മണ്ണാകുന്നിൽ, മനോജ് ജോസഫ് കട്ടത്തറ. വിവാഹ വാർഷികം ആചരിച്ചവർ പി ജെ ജോൺ ആൻഡ് സുധാ ജോൺ ശേരിക്കൽ പുതുപ്പറമ്പിൽ, ഐബ് ജേക്കബ് ആൻഡ് സൂസൻ ഐബ് മഴുക്കാട്ട്, മാത്യു ജോസഫ് ആൻഡ് ലില്ലിക്കുട്ടി മാത്യു കാക്കനാട്ട്, തോമസ് വർഗീസ് ആൻഡ് പൊന്നമ്മ തോമസ് എബനേസർ മാമൂട്ടിൽ, ജാരിൻ തോമസ് ജേക്കബ് ആൻഡ് ആനി സൂസൻ തോമസ് ഇറക്കത്തിൽ, വി പി മാത്യു ആൻഡ് ഏലിയമ്മ മാത്യു വെട്ടിക്കുന്നേൽ, പ്രൊഫസർ ജോർജ് ജേക്കബ് ആൻഡ് സുനിത മേരി ജോർജ് കൊച്ചുകള്ളിക്കൽ, ആനി ചാണ്ടി ആൻഡ് ജീവൻ ജി ജോസഫ് വടശ്ശേരിൽ, ഷിബു വർഗീസ് ആൻഡ് സുമോൾ ഷിബു പ്ലാപ്പറമ്പിൽ, ടി ഐ ജേക്കബ് ആൻഡ് വത്സമ്മ ജേക്കബ് താഴത്തുമുട്ടത്തിൽ, ജോജി വർഗീസ് ആൻഡ് മിനി ജോജി പാലക്കൽ, മനീഷ് മനോജ് എബ്രഹാം ആൻഡ് ശില്പ എലിസബത്ത് സാജൻ. പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ ആചരിച്ചതായ പേര് പറഞ്ഞ എല്ലാവരെയും, വിവാഹവാർഷികം ആചരിച്ചതായ പേര് പറഞ്ഞ എല്ലാവരെയും ദൈവസ്ഥനിൽ ഫലമേൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവം ദാനമായി നായിസ്തനായി സ്തോത്രം ചെയ്ത് ഞങ്ങളെ അനുവദിക്കുന്നുവല്ലോ. കർത്താവിന് പേര് പറഞ്ഞതായ കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ ആചരിച്ച എല്ലാ പ്രിയമക്കളെയും കുടുംബജീവിതത്തിൽ ഒരു വർഷക്കാലം കൂടി ദൈവത്തെ മഹത്വപ്രദയാക്കിയതായ വിവാഹവാർഷികമായി എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിരുപകാരങ്ങളെ മറക്കാതെ അങ്ങേ നോക്കി ജീവിപ്പാനായി ഈ പ്രമക്കളെ ഒരുക്കണമേ, സഹായിക്കണമേ. പ്രതിസന്ധിയുടെ വർഷം നിന്റെ മക്കളെ ഈ അടികളിവിടെ കടന്നുപോയി നിങ്ങളുടെ ജീവിത ഭാരത്തിൻ്റെയും വൈഷമ്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും രോഗത്തിൻ്റെയും മധ്യത്തിലും മതിയായ യുഗത്തിൻ്റെ കൃപയാൽ അവിടുത്തെ കരുതലാൽ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചുവല്ലോ.
ആ മഹാസ്നേഹത്തിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, സ്വഗസ്ഥനായ പിതാവേ, നിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുവാൻ, നിന്റെ കരുണയ്ക്കായി നീ സ്തുതിപ്പാൻ, നിന്റെ കരുതൽ ആശ്രയിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇത്രത്തോളം സഹായിച്ച ദൈവം ഇതുവരെ ഇന്നത്തെ കർത്താവിൽ മാത്രം ആശ്രയിപ്പാൻ സ്വകിപിതാവ് ഞങ്ങളെ ശക്തീകരിച്ചാട്ട് ബലപ്പെടുത്തിയാട്ടെ. നിന്റെ ഹിതം മാത്രം അനുസരിപ്പാൻ ഞങ്ങളെ സഹായിച്ച് നിന്റെ കരുതലും വിശ്വസ്തനുപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. വ്യക്തികളായും കുടുംബങ്ങളായും ഞങ്ങൾ ഈ പ്രിയമക്കളെ ഫാരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക നന്മയാൽ എൻ്റെ മക്കളെ കാത്തുവരുവാൻ പറ്റിയ മനസ്സാകുന്നുവല്ലോ. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരഹുമേ എൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, ഒരു ഉപകാരങ്ങളൊന്നും മറക്കുന്നതായി പ്രത്യാശയുടെ വചനത്തിൽ നിരന്തരം ആശ്രയിപ്പാൻ ഞങ്ങൾ ഒരുക്കണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്കുമായി സ്തോത്രം. ഒരായി ജീവിത സ്ഥാനങ്ങളിൽ കർത്തുകരുതൽ മക്കളെ പൂർണ്ണമായി ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുത്താട്ടെ. യേശു മിശിഹാ മൂലം യാചന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മോടുകൂടി പിറന്നാളെ അയച്ച പ്രിയമക്കളോടുകൂടി വിവാഹവാർഷികമായ പ്രിയമക്കളോടുകൂടി ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവസമുദ്രത്തിനെ സമൂഹമായി സമർപ്പിച്ച് ദേശത്തിൽ അമർന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളിൽ മധ്യകാലങ്ങളിലെ എല്ലാവരും വസ്തുക്കളിലും പ്രാർത്ഥിക്കുക. ശുശ്രൂഷയിലായ ശുശ്രൂഷയിലും പ്രാർത്ഥിക്കുക.
സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കാം. മിഷന്മാരെ എല്ലാവർക്കുമായി പ്രാർത്ഥിക്കാം. മഹാവിശുദ്ധനെ പൊതുമായി പ്രാർത്ഥിക്കാം. മഹാവിയുടെ എല്ലാവർക്കുമായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ സഹായങ്ങളെയും പ്രാർത്ഥിക്കാം. കേരളത്തിലും ഇന്ത്യയിലും ജില്ലയിലുമായി പ്രാർത്ഥിക്കുന്നത് മധ്യയുള്ള മഹാവിയുടെ എല്ലാ വിശ്വാസത്തോടെയും പ്രാർത്ഥിക്കാം. ഒരായിരം ദിവസങ്ങളെ കാത്തിരിക്കുന്നു. ലോകമാരുടെ ആഘാതമായിരിക്കുമ്പോൾ ജില്ലയും നമ്മുടെ സ്ഥലത്ത് ലോകം തീവ്രമായി വാങ്ങിച്ച് മുന്നോട്ട് സാധിക്കും. ദൈവത്തിലേക്കും ദൈവമായി സുരക്ഷിതമാണ്. ദൈവം സഹായിക്കുന്നതായി പ്രാർത്ഥിക്കുക. ഹോസ്പിറ്റലുകളിലേക്ക് പ്രാർത്ഥിക്കുക. ഭവനങ്ങളിലേക്ക് പ്രാർത്ഥിക്കുക. ബ്രഹ്മേയം സഹായങ്ങൾ യുവകാലം ഹോസ്പിറ്റലുകളിലും എല്ലാവരും പ്രാർത്ഥിക്കുക. ജാതികളുടെ ഹോസ്പിറ്റലുകളിൽ സമൂഹത്തിന് നീർനടച്ചുള്ള വൈകുന്നതായ ആരോഗ്യ പ്രവർത്തകരെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും പോലീസ് അധികാരികളെയും പ്രാർത്ഥിക്കുക. സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളെയും രാജ്യത്തിന്റെ ഭരണാധികാരികളെയും പ്രാർത്ഥിക്കുക. വിവേകത്തോടുകൂടി ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുക. ദൈവത്തിനായി പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ആരാധന സമയത്ത് കേരള സംസ്ഥാന സഭയുടേതായ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ അധികാരികളുമായും ജനങ്ങളുടെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് വരുവാൻ പുതിയതായി പ്രാർത്ഥിക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ പ്രാർത്ഥിക്കുക. ഈ പ്രതിസന്ധിയുടെ ഭാഗത്ത് തീരുമാനമായി ദൈവം സഹായിക്കുന്നതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മിഷൻ പ്രാർത്ഥിക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനാദിനമായി നാം ആചരിച്ചത് കവിയായ പ്രദേശത്തിന് വേണ്ടി സമീപമായി സ്തോത്രം ചെയ്യാം. തുടർന്ന് നമ്മുടെ ദൈനംദിന പ്രാർത്ഥനയിൽ ദേശത്തെയും ദേശവാസികളെയും പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ഈ രോഗം കടന്നുപിടിക്കുന്നു. മാരകാശാലമായ ഭീകരാവസ്ഥയിലായിരുന്നു. ഇവിടെ എല്ലാ ദൈവ സംരക്ഷണം ഒരുക്കുവാനായി ദൈവം സഹായിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് ലഭിച്ച നന്ദിക്കായി സ്തോത്രം ചെയ്യാം. സാമ്പത്തികമായ പ്രയാസം നേരിടുന്നുണ്ട്. ജോലിസ്ഥലങ്ങളിലെ പ്രയാസങ്ങളായി ഒരെല്ലാവരും കൃത്യമായി പ്രാർത്ഥിക്കുക. സഹായിക്കാനുള്ള ആശ്രയമാണ്. ദൈവം നമ്മെ സഹായിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സമയങ്ങളിൽ ഈ വിഷയങ്ങളിൽ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ വിഷയങ്ങളിൽ നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. ക്രൈസ്തവ സമുദായം, മിഷണറിമാർ എല്ലാവരും പ്രാർത്ഥിക്കാം. നമ്മൾപ്പെടുന്ന CSI മഹാസഭയ്ക്കായി പ്രാർത്ഥിക്കാം. 24 മഹാനഗരങ്ങളെയും ഇവിടെ മിഷന്മാരെയും പട്ടക്കാരെയും ശുശ്രൂഷയും നോക്കാം. മോഡറേറ്റർ ജനറൽ സെക്രട്ടറി പ്രസാദനായ പലവരും പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാനഗരിയും വിശുദ്ധനുമൊക്കെ പ്രാർത്ഥിക്കും. വിശുദ്ധ സഭയെ ചെയ്യാനും വെച്ചുമൊക്കെ പ്രാർത്ഥിക്കാം. ഈ നാടുകളായി ദൈവത്തിന്റെ വലിയ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ കുടുംബമായി തരങ്ങളിലേക്ക് വിശ്രമിക്കുന്നവരുടെ പുരുഷന്മാരെയൊക്കെ പ്രാർത്ഥിക്കുക. താമസിക്കുന്നതിനുവേണ്ടിയും കുടുംബമായിട്ടൊക്കെ പ്രാർത്ഥിക്കുക. താമസത്തിനുവേണ്ടിയും കുടുംബമായിട്ടൊക്കെ പ്രാർത്ഥിക്കുക. ഒരായിരം സ്ഥാനങ്ങളുടെ ഈ ദിനങ്ങളിൽ ദൈവമായി സഹായങ്ങളായിട്ട് പ്രാർത്ഥിക്കുക.
റിട്ടയറിയതായി പട്ടക്കാരെല്ലാം പ്രാർത്ഥിക്കാം, ശുശ്രൂഷകളോട്ട് പ്രാർത്ഥിക്കാം. ദൈവപ്രിയത്തിനെ പരിഗണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ശബ്ദമായി നമുക്ക് മൗനമായി നമ്മാരുടെ സ്ഥാനങ്ങളിൽ ദൈവത്തെ അയച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Yeshu Matawe, Yeshu Matawe, Yeshu Matawe, Yetralawe, Innamennulayullawe, Yeshu Matawe, Yeshu Matawe, Yeshu Matawe, Yetralawe. നിങ്ങൾ വിശ്വാസം കഴിഞ്ഞതുപോലെ അന്ന് മാറണങ്ങളോട് പല വിശ്വാസം പുതുസഭയുടെ കടന്നു പോകുമ്പോൾ മാറാനായ മറ്റുള്ളവരായി ആശ്രയിക്കാനായി അടിയങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ വിജ്ഞാനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭാവി രോഗത്താലും കാലത്തിന് ഭവനങ്ങളായിരിക്കുകയും ഹോസ്പിറ്റലായിരിക്കുകയും പ്രാർത്ഥിക്കുന്ന ഭാവി നാഥ അവിടുത്തെ ആണെങ്കിലെ സ്പർശിക്കാനേ സൗഖ്യവും ആശ്വാസവും വരവുന്നതിനുള്ള പരിപാടിമാർക്കുന്ന സൗഖ്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാവി നിന്റെ കൃപയ്ക്കായി നിന്റെ കരുണയ്ക്കായി ഞങ്ങളെ സഹായിച്ച് ജീവിക്കുന്ന കർത്താവിനെ സംരക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ദൈവം സാക്ഷ്യമാണ് ഞങ്ങളെ സഹായിച്ചു. അവരുടെ വിശ്വസ്തയും അവരുടെ കരുണ പങ്കുവാനുകളെ പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മറ്റു രോഗത്താൽക്കാരുടെ പ്രാർത്ഥിക്കുന്നു. കിടപ്പുരോഗികളോട് പ്രാർത്ഥിക്കുന്നു. പ്രയാസത്തിലേക്കാളുകളോട് പ്രാർത്ഥിക്കുന്നു. നാഥ അറിയിക്കുന്നു. പുതുതായ എല്ലാവരുമായി പ്രാർത്ഥിക്കുന്നു. വിദേശികളോട് എല്ലാവരുമായി പഠിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. നാഥ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ദൈവമായി അറിയിക്കുന്നു. പരിശീലനങ്ങളെയും പരിശീലനങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ പ്രഭാതം ദൈവത്തെ സഹായിക്കാൻ ആശ്രയിക്കാൻ അടിയങ്ങളെയും പ്രായങ്ങളെയും പ്രാർത്ഥിക്കുന്നു. വിശ്വസൂക്ഷിക്കുന്നതായി സഹായിക്കുന്നതായ നിറവിലക്ഷമായ പ്രാർത്ഥിക്കുന്നു. അനുചരങ്ങളുമായി സന്തോഷത്തിലേക്കുമായി പ്രാർത്ഥിക്കുന്നു. ഓഫീസ് പ്രാർത്ഥിക്കുന്നു. സസ്കവിധിയായി പ്രാർത്ഥിക്കുന്നു. സംഘടനകളെയും ഭാരവാഹികളെയും സംഘടനകളെയും പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിമായി ഈ നാളിൽ സഹായിക്കുന്നു. മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന പകരമായി നിങ്ങളുടെ പ്രയാസി വൈദ്യുതി നിമകളെക്കുമായി ഏൽപ്പിക്കുന്നു. അന്ന് സമാധാനം ആശ്വാസം പകരുവാൻ പൊതുവുള്ള സർവശക്തിയുള്ള
പൂർണ്ണമായി ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആശ്രയികളുണ്ടാകും. ഈ വിശുദ്ധ ദിവസത്തിലെ രാവിലെ സമയം ഒന്നിച്ച് കടന്നു വ്യത്യസ്ത സ്ഥാനങ്ങളിൽ നിന്ന് ധാരാളമായി നമുക്കുള്ളതായി സ്ഥാപനം ചെയ്യും. ഇതിൽ പങ്കെടുക്കുവാൻ കഴിയാവുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവരൊക്കെയും ആയിരുന്ന സ്ഥാനങ്ങളിൽ ചെറിയില്ലായ്മ പ്രാർത്ഥിക്കുന്നു. നിന്നുള്ള ഞങ്ങളുടെ വിശ്വാസം നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ഉപകരണമായി മാറുവാൻ ഒരിക്കൽ ശക്തിയിരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ എന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഒരിക്കൽ ശക്തിയിരിക്കുകയും ചെയ്യണം. ഞങ്ങൾ വന്നുപോയ കുറവുകളൊന്നും കണക്കെഴുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവർക്ക് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയെങ്കിലും വിരാട്ട കൂടെ ഇരിക്കുന്നു. കൃപളാമരക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.